നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാഹു 7-ലും കേതു 1-ലുമാണ് നിൽക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 7-ാം ഭാവം എന്ന് പറയുന്നത് പാർട്ട്ണറിൻ്റെ ഭാവമാണ്. കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവമാണ്. അറിയാമല്ലോ അത്. അപ്പം നമ്മുടെ ഈ സീരീസിന് ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ, രാഹു 1-ലും കേതു 7-ലുമായിട്ട് നിൽക്കുന്ന സീരീസ്, അതൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഇപ്പോൾ കേതു 1 രാഹു 7-ൽ, അതുപോലെ തന്നെ രാഹു 1-ൽ കേതു 7-ൽ, തിരിച്ചും മറിച്ചും ഇങ്ങനെ വരുന്നത് 180 ഡിഗ്രി ഓപ്പോസിറ്റ് എന്ന് പറയും. അതായത് അവരുടെ ജീവിതവുമായിട്ട്, ആ വ്യക്തിയുമായിട്ട്, ലഗ്നത്തിൽ കേതു നിൽക്കുമ്പം രാഹു നിൽക്കുന്ന ഭാവമുണ്ട്, അവരുടെ വ്യക്തിത്വവുമായിട്ട് അവരുടെ 7-ാം ഭാവം നേരെ വിപരീതമായിരിക്കും എന്നുള്ളതാണ് അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിജീവിതവും അതുപോലെ തന്നെ വിവാഹശേഷമുള്ള ജീവിതവും തമ്മിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കുറേ വിഷയങ്ങൾ വരും. അതായത് ഇവരുടെ വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഇവരുടെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള ജീവിതവും തമ്മിൽ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകും. അപ്പോൾ ഒരു മാരേജ് ലൈഫും അവരുടെ സക്സസ്സുമായിട്ട് എപ്പോഴും ഒരു വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക്, അവരുടെ കുടുംബജീവിതം അല്ലെങ്കിൽ മാരേജ് ലൈഫ്, 7-ാം ഭാവം പാർട്ട്ണർ ഭയങ്കര തടസ്സമായിരിക്കും. അവരുടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ 7-ാം ഭാവം രാഹു നിൽക്കുന്ന ഭാവത്തിലേക്കായിരിക്കും വീഴുന്നത്. പക്ഷേ തൽനിമിത്തം അവിടുന്ന് തിരിച്ച് അതിനനുസരിച്ചുള്ള ഒരു സ്നേഹമോ അടുപ്പമോ ചിലപ്പോൾ കിട്ടാതിരിക്കാം. ചിലപ്പോൾ ഒരു പരസ്പര വൈരുദ്ധ്യങ്ങൾ, അതായത് കപ്പിൾസ് തമ്മിലൊരു പരസ്പര വൈരുദ്ധ്യ സ്വഭാവങ്ങൾ, രാഹുവും കേതു ഒരിക്കലും ചേരത്തില്ല, തലയും വാലും പോലെ. അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ അതിൻ്റെ ഫലങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില ഏരിയകളിൽ ഇവർക്ക് ഒരു നോ ഗ്യാരണ്ടി ഒരു വിഷയമുണ്ട്. ഒന്നീ സന്താനങ്ങൾ നിമിത്തമായിരിക്കാം, ഇവരുടെ വ്യക്തി ജീവിതവും സന്താനങ്ങളുമായിട്ട് സെറ്റാവില്ല. അത് അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറും ഇവരുമായിട്ട് സെറ്റാവില്ല. എൻ്റെ ഒരു അനുഭവത്തിലേ ഒരു 50% രാഹു 7-ലും കേതു ലഗ്നത്തിലും, അല്ലെങ്കിൽ കേതു ലഗ്നത്തിലും രാഹു 7-ലും നിൽക്കുന്ന ഒരു 50% കുടുംബജീവിതത്തിലും അവരുടെ വ്യക്തിപരമായിട്ട് പാളിച്ചകൾ തന്നെയാണ്, പാളിപ്പോയതായിട്ടാണ് എൻ്റെ അനുഭവം. ഇതെൻ്റെ മാത്രം അനുഭവമാണ്. പക്ഷേ നിങ്ങൾക്ക് നിരീക്ഷിക്കാം ഇതൊരു വെച്ചിട്ട്. ലഗ്നത്തിൽ കേതു 7-ൽ രാഹു നിൽക്കുന്നവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 100% അവർ പൂർണ്ണ ആത്മാർത്ഥമായിട്ടായിരിക്കും ഈ സബ്ജക്റ്റിൽ അവരൊരു വിഷയം ആഗ്രഹിച്ചാൽ അതിലേക്ക് ഇറങ്ങുന്നത്. ജലരാശിയിൽ ജലഗ്രഹങ്ങളോടൊപ്പം 7-ാം ഭാവത്തിൽ യോഗം ചെയ്യുന്ന രാഹു, അതുപോലെ തന്നെ ജലരാശിയിൽ ജലഗ്രഹങ്ങളോടൊപ്പം അല്ലെങ്കിൽ ശുക്രൻ്റെ യോഗത്തോടു കൂടി ശുക്രൻ്റെ നക്ഷത്രത്തിൽ 3, 12, 4, 7 എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് യോഗം ചെയ്യുന്ന രാഹു 7-ൽ നിൽക്കുക ലൈഫിൽ എവല്യൂഷണറി ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടാക്കും, അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാനും നോക്കും. തൽനിമിത്തം അൺകൺവെൻഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. അപ്പോൾ അൺകൺവെൻഷണലായിട്ടുള്ള മാരേജ്, അൺകൺവെൻഷണലായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, ഇതൊക്കെ വരാം. ചിലപ്പം മതം മാറിയൊക്കെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ പ്രണയിച്ചിട്ട് വേറെ ഒരു സർക്കംസ്റ്റാൻസസിൽ ജീവിക്കുന്ന, വേറൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവെൻഷണലായിട്ടുള്ള വഴികളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ബന്ധങ്ങളിലേക്കൊക്കെ പോയി പെടാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ 7-ലെ രാഹു എന്ന് പറയുമ്പം സ്ട്രോങ് ഡിസയർ ഫോർ റിലേഷൻഷിപ്പ്, ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം, അതുപോലെ തന്നെ ഓട്ടോണമി ഇൻ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ രാഹു എന്ന് പറയുന്നത് ഒരു പെയിൻ പോയിൻറ്റും ഫോക്കസ് പോയിൻറ്റുമാണ്. രാഹു നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പെയിനുകൾ ഉണ്ടാക്കുന്ന പോയിൻ്റാണ്. പ്രത്യേകിച്ച് കേന്ദ്രഭാവങ്ങളിൽ രാഹു നിന്നാൽ ആ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പെയിൻ പോയിൻ്റ് ആയിരിക്കും. പക്ഷെ ആ പെയിനിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക്, നമ്മുടെ ഫോക്കസ് പോയിൻറ്റിലേക്ക്, ആ പെയിനിൽ നിന്നൂടെ കിട്ടുന്ന അനുഭവത്തിൽ നിന്നും നമ്മൾ ഫോക്കസിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ പ്രസൻറ്റ് ലൈഫ് നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഇന്നർ വേൾഡ്, ലഗ്നത്തിൽ കേതുവല്ല നിൽക്കുന്നത്, അപ്പോൾ ഒരു ഇന്നർ വേൾഡ് ആക്റ്റീവ് ആവുകയും ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യും, ചില സമയങ്ങളിൽ ചില സൈക്കിക് എബിലിറ്റീസ് വരികയും, അതുപോലെ തന്നെ സ്ട്രോങ് ഡിസയർ ഫോർ സ്പിരിച്വൽ എക്സ്പ്ലോറേഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. ഇത് ആ 12-ലെ കേതുവിനുണ്ട്, ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിനുണ്ട്. കേതു എവിടെ നിന്നാലും ഒരു
പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ പൂർവജന്മത്തിലെ വ്യക്തിത്വം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ പെയിൻ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മം അങ്ങനെ വരുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ചസ്, ആ ഇന്നർ വേൾഡിലേക്കുള്ള ആക്ടിവേഷൻ, അല്ല ഇന്നർ വേൾഡിലേക്ക് കടത്തി വിടാനുള്ള വൂണ്ടുകളാണ് ഏഴിൽ നിൽക്കുന്ന രാഹു പെയിനായിട്ട് നമുക്ക് തരുന്നത്. അതിലൂടെ തിരിച്ചറിവുണ്ടായിട്ട് ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് കടന്നുപോയി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യണം. ഇവർ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നതും ഇവർക്ക് ഭയങ്കര ഇൻറ്റ്യൂഷനായിരിക്കും, ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് നമുക്കങ്ങനെ ലെറ്റ് ഗോ അടിച്ചൊന്നും പോകാൻ പറ്റുന്ന ഭാവമൊന്നുമല്ല. കേതു നിൽക്കുന്നത് ലഗ്നത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ പോയിൻ്റ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ കേതു ലഗ്നത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും സ്പിരിച്വൽ ആവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കേതു ഒരു സ്പിരിച്വാലിറ്റിയുടെ ഗ്രഹവും കൂടിയാണ്, കുറച്ച് ടെററാണ് എന്നാലും സ്പിരിച്വാലിറ്റിയുടെ ഗ്രഹമാണ്. ഈ രാഹു എന്ന് പറയുന്ന ആൾ ഏഴി നിൽക്കുമ്പം എല്ലായ്പ്പോഴും അങ്ങനെ മോശമായ ഫാൻറ്റസികളിലേക്ക് വലിച്ചുകൊണ്ടൊന്നും പോകത്തില്ല കേട്ടോ. ചിലവർ പറയാറുണ്ട് ഏഴിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡിസയറുകൾ കൂടുതലായിരിക്കും, അപ്പം ബുദ്ധിമുട്ട് അവരുടെ സ്വഭാവത്തിൽ അങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷേ എനിക്ക് എല്ലായിടത്തും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ വാട്ടർലി സൈൻ, അതായത് ജലരാശി നിൽക്കുന്ന രാഹുവിനെ പോലല്ല അഗ്നിരാശിയിൽ നിൽക്കുന്ന രാഹു, അഗ്നിരാശിയിൽ നിൽക്കുന്ന രാഹുവിനെ പോലെയല്ല ഭൂമിരാശിയിൽ നിൽക്കുന്ന രാഹു, ഭൂമിരാശിയിൽ നിൽക്കുന്ന രാഹുവിനെ പോലെയല്ല വായുരാശിയിൽ നിൽക്കുന്ന രാഹു. ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പം ജലരാശിയിൽ നിൽക്കുന്ന രാഹുവിനാണ് ഒരു മേക്ക് ചോയ്സ്, അവർക്കൊരു ചോയ്സ് വേണം തോന്നുന്നത്. സക്സസ്ഫുൾ ആവും അവർ ഏഴിൽ, അവരുടെ കരിയറിലും അവരുടെ ഇതിനെല്ലാം അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അവർ ഭയങ്കര കരുത്തുള്ളവരായിരിക്കും. അവർ അൺകൺവെൻഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം മാനേജർ ലെവലിലൊക്കെ ഇവർ ഇരുന്ന് കഴിഞ്ഞ് ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളിൽ ആ പാർട്ട്നേഴ്സിനെല്ലാം കൂട്ടി ഭയങ്കരമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഇവർക്ക് പറ്റും. ഇവർ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും ഇവരുടെ ഡിസയർ ഏരിയകളിൽ, എസ്പെഷ്യലി ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ഇവർ ഡൗൺ ടു എർത്ത് ഒരു സ്ലേവിനെ പോലെയൊക്കെ നിൽക്കാനൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കരുതെന്നല്ല, ചിലയിടത്ത് ഞാനിത് ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ ഇവർ സ്ട്രോങ് ആവാൻ നോക്കിയിട്ട് ആ റിലേഷൻഷിപ്പ്, രണ്ടാമത് വന്ന റിലേഷൻഷിപ്പ് പരാജയപ്പെട്ട അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്. അതപ്പോൾ ഒരു ന്യൂട്രലി അത് കൊണ്ടുപോകണം, ഏഴാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ ന്യൂട്രലി കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഫാൻറ്റസികൾ, ഏഴാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഫാൻറ്റസികൾ പരമാവധി ഇഗ്നോർ ചെയ്യാൻ നോക്കണം, മെച്യൂരിറ്റി കാത്തു സൂക്ഷിക്കാൻ നോക്കണം. അതുപോലെ ചില ജീവിതാനുഭവങ്ങൾ വരുന്ന സമയത്ത് ഇവർ പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിൽ ഏഴിൽ രാഹു നിൽക്കുന്നവർ അല്ലെങ്കിൽ പുരുഷജാതകത്തിലും നിൽക്കുന്നവർ പറയാറുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് എന്ന്. ദിസ് ഈസ് ആൻ ഇല്യൂഷൻ, അതൊരു തോന്നലാണ്. ഏഴിൽ രാഹു നിൽക്കുന്ന ആളുകൾക്ക്, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിൻ്റെ ദശയും കൂടി വരുന്ന കാലഘട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ രാഹു നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെ ദശ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാർട്ട്ണറില്ലാതെ, ഒരു കൂട്ടില്ലാതെ, ഒരു കമ്പാനിയൻ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ. അത് വീണ്ടും അന്വേഷിക്കാൻ ഞാൻ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് വിട്ടുതരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏഴിൽ രാഹു നിൽക്കുന്നവർ രാവണനെ പോലെയാണ് എന്നാണ്. രാവണൻ അസാധ്യ കഴിവുള്ള ആളാണ്, സമവേദിയാണ്, ബ്രാഹ്മണനാണ്, അസാമാന്യമായിട്ടുള്ള മേധാശക്തിയുള്ള ആളാണ്, നല്ല തപസ്വിയാണ്, ഒരു രാജ്യത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഫോക്കസ് വേറൊരിടത്തേക്ക് മാറുകയും അതിൽ മാത്രം ഫോക്കസ്ഡായിട്ട് തനിക്ക് കിട്ടിയ സർവ്വ സൗഭാഗ്യങ്ങളെയും മറക്കാൻ ശ്രമിക്കുമ്പം ആ ഒരൊറ്റ കാരണം കൊണ്ട് താൻ ഇന്ന് വരെ നേടിയതെല്ലാം നാശപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസ് മാറാതിരിക്കുക, ഒന്നിനും വേണ്ടിയും കഴിവുകളെ നശിപ്പിച്ച് കളയാതിരിക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ, രാഹു ഏഴിൽ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. അതൊരു ഉപദേശം പോലെ പറയുന്നതാണ്. പ്രധാനമായിട്ടും ഏഴിലെ രാഹു എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് റിലീജിയൻ, ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എത്തിക്കൽ അല്ലെ അൺകൺവെൻഷണൽ വഴിയിൽ നിന്ന്, അല്ലെങ്കിൽ ട്രഡീഷണൽ ആൻഡ് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്നൊക്കെ മാറി ഉള്ള ഒരു ജീവിത ശൈലിയിൽ നിന്നും ജീവിത രീതിയിൽ നിന്നുമൊക്കെ ഏഴാം
ഉണ്ടാക്കിയെടുക്കുകയോ അങ്ങനെയുള്ള 7-ാം ഭാവങ്ങൾ വന്നു ചേരുകയോ ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യത രാഹു ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ 7-ൽ നിൽക്കുന്ന രാഹു ചിലപ്പം പേരുദോഷവും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ദേഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്, സുഖം, ജയം, വപുച്ച, തത്സർവം ഇതെല്ലാം ലഗ്നത്തിൽ കേതു നിൽക്കുന്നുണ്ട്. കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലഗ്നമാണ്, നിങ്ങളുടെ പോയിൻ്റാണ്. അവിടെ ഈ കേതു നിൽക്കുന്നൊരു പാസ്റ്റ് ലൈഫിൻ്റെ കുറേ ഡെപ്റ്റുകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന 7 ആയിരിക്കും. അത് തിരിഞ്ഞു, രാഹു തിരിഞ്ഞു തുടങ്ങി, ഇത്രയും ഭാവം കഴിഞ്ഞ് തിരിഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി കേതു നിൽക്കുന്ന ഭാവവും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്താലേ സ്പിരിച്വലായിട്ട് നിങ്ങൾ വളരത്തുള്ളൂ. 12, 1, 2, 3 ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പം രാഹു നിൽക്കുന്ന ഭാവത്ത് പ്രസൻറ്റ് ലൈഫിലുള്ള കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണാലിറ്റി നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റാണ്. അത് അങ്ങനെയൊന്നും നമുക്ക് അതിൽ നിന്ന് ലെറ്റ് ഗോ അടിച്ച് ഇന്ന് മുതൽ ഞാൻ അഫിർമേഷൻ ചെയ്യുന്നു, ഇന്ന് മുതൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ലെറ്റ് ഗോ അടിച്ച് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് വരും. അപ്പോൾ എന്താവും, നമുക്ക് ചില സമയത്ത് നമുക്ക് വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമ്മൾ ഉള്ളിലേക്ക് മറയേണ്ടതായിട്ടോ മാളത്തിലേക്ക് പോകേണ്ടതായിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഉള്ളിലേക്ക് മറഞ്ഞു പോകേണ്ടതായിട്ടോ ഒക്കെ ആയിട്ടുള്ള ഫീലിങ്സൊക്കെ വരും. അതിൽ നിന്നൊക്കെ മാറി നിങ്ങളെ അങ്ങ് ശരിക്കും അക്സെപ്റ്റ് ചെയ്ത് വലിയ മത്സരത്തിനൊന്നും പോവാതെ ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേർപ്പസൊക്കെ നോക്കിയിട്ട്, പ്രധാനമായിട്ടും ഈ പ്രസൻറ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ലൈഫ് നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് കാലദേശങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ കഴിവുകളെ വളരെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ സക്സസ് ആവും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വിവാഹ വിഷയം, ബിസിനസ് കാര്യങ്ങൾ, അതേപോലെ അൺകൺവെൻഷണലായിട്ടുള്ള ചില ബന്ധങ്ങൾ, 7-ാം ഭാവാധിപൻ ശുക്രൻ ഇവരുമായിട്ടൊക്കെ രാഹു യോഗം ചെയ്ത് ജലരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് 7-ാം ഭാവമാണെങ്കിൽ പേരുദോഷമൊക്കെ കേൾക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളാം. ഇതൊക്കെ എൻ്റെ പല ജാതകങ്ങളിൽ നിന്നും പല ആൾക്കാരുടെ ലൈഫിൽ നിന്നുള്ള ഒബ്സർവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എടുക്കുക, തള്ളേണ്ടത് തള്ളി മുന്നോട്ട് പോവുക. എന്തായാലും 7-ൽ രാഹു നിൽക്കുന്നവരും ഒരു നിവർത്തി സ്ഥാനവും കൂടിയാണ് 7. നമ്മുടെ ഒരു നിവർത്തി, ഒരു പൂർണ്ണത തരേണ്ട ഒരു ഭാവമാണ്. നമ്മുടെ ഇപ്പം ശിവൻ ലഗ്നമാണെങ്കിൽ ശക്തി 7ആണ്, പുരുഷൻ ലഗ്നമാണെങ്കിൽ സ്ത്രീ 7ആണ്. അങ്ങനെ ഒരു പൂർണ്ണത തരേണ്ട ഒരു ഭാഗമാണ് 7 എന്നുള്ളത് കൊണ്ട് തന്നെ ആത്മാവിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി, സ്വന്തം ലൈഫിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സർപ്പദൈവങ്ങളെ നന്നായിട്ട് ആശ്രയിക്കുക. നാഗരാജാവിനെ അതിൻ്റെ ക്ഷേത്രങ്ങളൊക്കെ പോയി തൊഴുക, തറവാട്ടിലെ സർപ്പങ്ങളെയൊക്കെ ആശ്രയിക്കുക, രാഹുകേതു പൂജയൊക്കെ നടത്തുക, കാളഹസ്തിയിലൊക്കെ പോയി തൊഴുക, മഹാദേവനെയൊക്കെ ആശ്രയിക്കുക. ഫാൻറ്റസികളിൽ നിന്നും വേൾഡ് ഓഫർ ചെയ്യുന്ന ഫാൻറ്റസി, വിലയില്ലാത്ത ഫാൻറ്റസികൾ, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രമായിട്ട് സ്വന്തം ലൈഫ്, നിങ്ങൾക്ക് വാല്യൂ ഉള്ള നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.